ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത് iOS 26 ബീറ്റ 3ലാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ വേർഷനിൽ, അതായത് ബീറ്റ സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഐഫോണിൽ വന്നിരിക്കുന്നത്, അതായത് ഇപ്പം സെപ്റ്റംബറിൽ നമ്മുടെ ഒഫീഷ്യൽ റിലീസ് വരുന്ന സമയത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഫോണിൽ വരിക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റയിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് വാൾപേപ്പർ തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയ ടൈപ്പ് വാൾപേപ്പറാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ലോക്ക് സ്ക്രീനും ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോക്ക് സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോക്കിൻ്റെ സൈസ് നമുക്കിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോക്കിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ക്ലോക്കിനകത്ത് ഒരു ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു തീമാണ് ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഈ iOS 26 മൊത്തത്തിൽ വന്നിട്ടുള്ളത്. iOS 26 വന്നിരിക്കുന്ന ഈ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഒരു ക്ലോക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ തന്നെ ഇട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലോക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ക്ലോക്കിൻ്റെ ഒരു പ്രത്യേക വേർഷൻ, ഈ ഒരു വേർഷനിൽ വന്നതിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലോക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സൈസിൽ പോയി വേറെ സ്റ്റൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോക്ക് നമുക്ക് റീസൈസ് ചെയ്ത് ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആദ്യത്തെ ഒരു വേർഷൻ ഇട്ടതിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് വലിയ സൈസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ഈ ഒരു ഐക്കൺസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഐഫോണിൽ ഒത്തിരി ടിപ്സും ട്രിക്സും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇവിടെ കണ്ട് നമ്മൾ പുതിയൊരു വാൾപേപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ഐഫോണിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾപേപ്പർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആഡ് ന്യൂ വാൾപേപ്പർ കൊടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ iOS 26 നമുക്ക് വന്നിരിക്കുന്ന വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേയധികം കളേഴ്സ് വന്നിട്ടുണ്ട്. 1 2 3 ഒരു 4 കളേഴ്സാണ് നമുക്കിവിടെ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള മോഡ്സ് നമുക്കിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും നമുക്കിവിടെ യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫോൺസിൽ ഡാർക്ക് മോഡായിരിക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ജസ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ബീറ്റ് ആണെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, ചെറിയൊരു ബഗ് പോലെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒഴിവാക്കി വിടും. നിങ്ങൾ മെയിൻ ഡിവൈസിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ബീറ്റ വെർഷൻ ചെയ്യാതിരിക്കുക മാക്സിമം. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ബഗ്സൊക്കെ വരുമ്പോൾ നമ്മൾ മെയിൻ ഡിവൈസ് ആണെങ്കിൽ നമ്മുടെ ബാങ്ക് ആപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ സമയത്ത് ആ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാതാവുന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മെയിൻ ഡിവൈസിൽ ഈ ഒരു ബീറ്റ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതെൻ്റെ മെയിൻ ഡിവൈസ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. എൻ്റെ iPhone 16 ആണ്. ഈ 16 ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ബീറ്റ വെർഷൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ മെയിൻ ഡിവൈസിൽ ഞാൻ ചെയ്തിട്ടില്ല. 16 Pro Maxൽ ഞാൻ ഈ ഒരു ബീറ്റ വെർഷൻ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനകത്ത് നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ചില 16 ഇപ്പം ബീറ്റ വെർഷനൊക്കെ ചെയ്യുമ്പോൾ അത് ബ്രിക്കായി പോകാറൊക്കെ ഉണ്ട്. അതായത് ഒരു ബൂട്ട് ലൂപ്പിലൊക്കെ പെട്ടിട്ട് പിന്നീട് നമ്മൾ സിസ്റ്റം വെച്ചൊക്കെ റിക്കവർ ചെയ്തെടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കേസസ് റിപ്പോർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾ മെയിൻ ഡിവൈസിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ബീറ്റ മാക്സിമം ചെയ്യാതിരിക്കുക. അത്രയ്ക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർ മാത്രം ഇത് നിങ്ങളുടെ മെയിൻ ഡിവൈസിൽ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത നമുക്ക് വാൾപേപ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ നമുക്ക് പുതിയതായിട്ട് ഒന്നിക്കുന്ന ഒരു ചേഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെൻ്റെ ഫോട്ടോസ് ആപ്പാണ്. ഇപ്പോൾ ഇതെൻ്റെ ഫോട്ടോസ് ആപ്പിൽ ഞാനൊരു ഫോട്ടോ കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ചു. ഇതാണ് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഒരു ചേഞ്ച് വരും. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ കണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ എടുക്കുമ്പോഴേ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇത്തരത്തിൽ നമുക്കൊരു ഗ്ലാസിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ നമുക്കിപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഐഫോണിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റർഫേസിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കൺട്രോൾ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കണ്ടിട്ടും നമുക്ക് ഇതിനകത്ത് ഇപ്പം ബീറ്റ 3ൽ നമുക്ക് കുറച്ചും കൂടെ ഡിം ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റ 2ലായിരുന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഇത് ഇപ്പം കുറച്ചും കൂടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിട്ട് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മറ്റേതും പക്ക ഒരു ഗ്ലാസിൻ്റെ രീതിയിലായിരുന്നു. നമുക്ക് ഒട്ടും പുറകിൽ നമുക്ക് ഈ ഒരു ഹോം സ്ക്രീൻ ഐക്കണും നമ്മുടെ ഈ ഒരു കൺട്രോൾ സ്ക്രീനിലെ ഐക്കൺസും തമ്മിൽ ഓവർലാപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് കാണാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഈ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു രീതി വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻ്റർഫേസ് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വാൾപേപ്പറിൻ്റെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ വാൾപേപ്പറിനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു കാര്യമായിരുന്നു നമുക്ക് ലൈവ് വാൾപേപ്പേഴ്സ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ലൈവ് വാൾപേപ്പേഴ്സ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ നിങ്ങളുടേതായ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു 3D എഫക്റ്റിലാക്കി നിങ്ങൾക്ക് ഫോണിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് അപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വാൾപേപ്പർ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു ഡെപ്ത് എഫക്റ്റ് ഉള്ളൊരു വാൾപേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ അപ്പോൾ ഈ ഒരു
പൂവിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഒരു പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോ ആണെങ്കിൽ പക്കയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്കിതിനകത്ത് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. ഓപ്ഷൻസ് വരുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അനലൈസിംഗ് എന്ന് പറയുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്കൊരു ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് നമുക്കൊരു കണ്ടില്ലേ, നമുക്കിപ്പോൾ ഒരു ഡെപ്ത് എഫക്റ്റ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, മുമ്പൊക്കെ നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കണക്ക് മുമ്പൊക്കെ നമ്മൾ ചില ഐക്കൺസിൻ്റെയൊക്കെ തീം ഐക്കണൊക്കെ നമ്മൾ ആഡ്സ് വരുമ്പോൾ അതിനകത്ത് കാണുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ ഈ ഒരു വാൾപേപ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. അല്ലേ, നമുക്ക് വളരെ നല്ലൊരു 3D എഫക്റ്റാണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3D എഫക്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകത്തുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അടുത്ത ബീറ്റയിൽ മാറുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊന്നും നമുക്കിതിനകത്ത് ഇപ്പോൾ സൂം ആവത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസും കാണിക്കുന്നത് ഇത് ഓഫ് ചെയ്തതിൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് വരത്തുള്ളൂ. ഇപ്പോൾ ഇത് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഷെയർ കൊടുക്കുക, യൂസ് ആസ് വാൾപേപ്പർ കൊടുക്കുക. അപ്പോൾ വാൾപേപ്പർ കൊടുക്കുക നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ട്, ഒരു എക്സ്പോഷർ ഒന്ന് കുറയ്ക്കട്ടെ. ഇപ്പോൾ ബെറ്ററായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെപ്ത് എഫക്റ്റ് വരാനായിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐക്കൺ കാണുന്നുണ്ട്. ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യുക. ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യുമ്പോൾ എന്നിട്ടും ജനറേറ്റിംഗ് സ്പേഷ്യൽ സീൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഡെപ്ത് എഫക്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് കൊടുക്കുവാണ്. അപ്പോൾ ആഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് വരുന്ന ഓപ്ഷൻസ് വരുന്നതിന് നമ്മൾ ജസ്റ്റ് കസ്റ്റമൈസിൽ പോയിട്ട് ഞാൻ ഒരു ബ്ലർ ഞാൻ എപ്പോഴും എൻ്റെ ഫോണിൽ ഓഫ് ചെയ്യാറുണ്ട്. ബ്ലർ ഓഫ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഡെപ്ത് എഫക്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കിഡിലൊരു ഫീച്ചർ. എൻ്റെ ഫോണിൽ ഞാൻ ഈ ഒരു വാൾപേപ്പർ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബീറ്റിൽ വന്ന വാൾപേപ്പർ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റേത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിലെല്ലാം ഞാൻ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നവിടെ എന്തായാലും എൻ്റെ ഫോണിൽ ഞാൻ ഫുൾ ടൈം ഇതായിരിക്കും യൂസ് ചെയ്യുക. കാരണം നമുക്ക് അത്യാവശ്യം വളരെ നല്ലൊരു എഫക്റ്റ് തന്നെ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലോക്ക് സ്ക്രീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിലെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെയാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. കണ്ടില്ലേ, ലോക്ക് സ്ക്രീനിലുണ്ട്, ഹോം സ്ക്രീനിലില്ല. അപ്പോൾ അത് ഒരു ചേഞ്ച് വന്ന ഉടനെ നമ്മൾ അതും കൂടെ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു ചേഞ്ച് വരാൻ വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വാൾപേപ്പറിൽ വന്നിരിക്കുന്ന ചെറിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അടുത്ത നമുക്ക് ഈ ഒരു വാൾപേപ്പറിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം കണക്ക് നമുക്ക് നമ്മുടെ ഫോണിൽ പുതിയൊരു റിംഗ് ടോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിംഗ് ടോൺ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സെറ്റിങ്സിൽ പോകുന്നുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എടുക്കുന്നുണ്ട്. റിഫ്ലക്ഷനിൽ വരുമ്പോൾ ഇവിടെ കട്ടുന്നത് റിഫ്ലക്ഷൻ പറഞ്ഞിട്ട് Alt 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അതിനകത്ത് വേറെ സബ് എന്തൊരു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫോൾട്ടും ഉണ്ട് Alt 1 ഉണ്ട്. അപ്പോൾ ഞാൻ ഡിഫോൾട്ട് സെലക്ട് ചെയ്ത് കേൾപ്പിച്ച് തരാം. അത് നമ്മുടെ ഓൾഡായിട്ടുള്ള അവിടെ പഴയ റിംഗ് ടോൺ ആയിരുന്നു മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയത് കേൾപ്പിച്ച് തരാം. ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു റിംഗ് ടോൺ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഹാപ്റ്റിക്സ് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹാപ്റ്റിക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ തന്നെ വേറെയും കുറേ നമുക്ക് കസ്റ്റമായിട്ടുള്ള ഹാപ്റ്റിക്സ് വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കസ്റ്റം ഹാപ്റ്റിക്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് ആ ഒരു ബീറ്റ് വരുന്നത് ആ ബീറ്റിൻ്റെ രീതിയിൽ നമുക്കിവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീറ്റ് ഇവിടെ റെക്കോർഡ് ആവുന്നതായിരിക്കും. ആ രീതിയിൽ നമുക്ക് ഈ ഒരു വൈബ്രേഷൻ നമുക്ക് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു കിഡിലിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐഫോൺസിൽ ചെയ്യുന്നൊരു കാര്യം കസ്റ്റം റിംഗ് ടോൺ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഈ ഒരു റിംഗ് ടോൺ സെറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരിയധികം പാടാണ് അവർക്ക്. ഒത്തിരി ഗാരേജ് ബാൻഡിൽ പോവുക, സോങ് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ അത് അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അത് ഭയങ്കര പാട് പിടിച്ചുള്ള കാര്യമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ആപ്പൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെ വന്നായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ നേറ്റീവായിട്ട് നമ്മുടെ ഐഫോണിൽ തന്നെ വേറെ ഒരു ആപ്പിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിലുള്ള സോങ്സ് നമുക്ക് റിംഗ് ടോൺ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഫോണിലൊരു റിംഗ് ടോൺ എന്തായാലും നമ്മൾ MP3 ഫയൽ നമ്മുടെ ഫോണിൽ വേണം. ഇപ്പോൾ എൻ്റെ ഫയൽസ് ആപ്പിൽ ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു റിംഗ് ടോണിൽ ഞാൻ ഒരു
ഫയലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ MP3 ആക്കേണ്ട ആ ഒരു ഫയൽ എടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ഒരു ഫയൽ സൈസ് ആയിരിക്കണം. അതായത് ഒരു 30 സെക്കൻഡിനകത്തുള്ള ഒരു ഓഡിയോ ആയിരിക്കണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആ തരത്തിലുള്ളൊരു ഓഡിയോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ളൊരു MP3 ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനകത്ത് വന്നിട്ട് ആ ഒരു MP3 ഫയൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഷെയർ ഷീറ്റ് വരുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് ഷെയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ മോർ കൊടുക്കുന്ന പറഞ്ഞാൽ ഇവിടെ കാട്ടും യൂസ് ആസ് റിംഗ് ടോൺ എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റിംഗ് ടോൺ സെക്ഷനിലേക്ക് പോയിട്ട് നമ്മുടെ അവിടെ പുതിയതായിട്ട് ഇവിടെ വന്നത് നമ്മുടെ MP3 നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, MP3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ റിംഗ് ടോൺ ആണ്. അപ്പോൾ നമ്മുടെ റിംഗ് ടോൺ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് അത് റിംഗ് ടോണായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റിംഗ് ടോൺ വേണ്ട, നിങ്ങൾക്ക് വേറെ റിംഗ് ടോൺ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒന്നും കൂടെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിംഗ് ടോൺസ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി റിംഗ് ടോൺസ് ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു റിംഗ് ടോൺ നിങ്ങൾ ഒത്തിരി കേട്ട് നിങ്ങൾക്ക് മതിയായി. അതിന് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ടും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിംഗ് ടോൺ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. മുമ്പ് നമുക്കത് ഈ ഒരു റിംഗ് ടോൺസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഇപ്പം നമുക്കത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഐഫോണിൽ നിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡെപ്ത് എഫക്റ്റ് ഒക്കെ നമ്മുടെ ഈ ഒരു ഫോണിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഡെപ്ത് എഫക്റ്റ് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് എഫക്റ്റിൻ്റെയൊക്കെ കൂടുതൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് റെഡ്യൂസ് മോഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ എപ്പോഴും ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഷനൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ജറ്റിൻ്റെ കൂടെ തന്നെ അത് അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ജറ്റിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിലാണ് എൻ്റെ റിഫ്ലക്ഷൻ വന്നത്, മുകളിൽ റിഫ്ലക്ഷൻ ഇല്ല. പക്ഷേ ഇങ്ങോട്ടാകുമ്പോൾ റിഫ്ലക്ഷൻ കണ്ടില്ലേ, മുകളിൽ കൂടെ കറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആണല്ലേ കണ്ട ആ ഒരു ഗ്ലാസ് എഫക്റ്റിൻ്റെ ഇതിനകത്തൂടെ ഓടി പോകുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ഒത്തിരി അധികം മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് ഒബ്സർവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ കണ്ടതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫോളോ അപ്പ് വീഡിയോസ് ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒന്നിരിക്കും ചേഞ്ച് നമ്മുടെ ഫയൽസ് ആപ്പിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽസ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൾഡേഴ്സൊക്കെ നോക്കി ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ലേഔട്ട് വളരെയായിട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് ഒരു ലിസ്റ്റ് വ്യൂ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് വരുന്നത്. ഗ്രിഡ് വ്യൂ എന്തോ എനിക്ക് അത്തരത്തിൽ അങ്ങോട്ട് ഒത്തിരി അധികം ഗ്യാപ്പ് വരുന്ന എനിക്ക് തോന്നിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ അപ്പം ലിസ്റ്റ് വ്യൂലാണ് എൻ്റെ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം ഗ്യാപ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മെയിനായിട്ട് ചേഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് മ്യൂസിക് ആപ്പിലാണ്. മ്യൂസിക് ആപ്പിൽ നമുക്ക് ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു മ്യൂസിക് ആപ്പിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഒരു സോങ്ങിൽ നിന്ന് അടുത്ത സോങ്ങിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീറ്റ് ലൂപ്പിൽ തന്നെ അത് മിക്സ് ആയിട്ട് നേരെ അടുത്തേക്ക് പോകും. അതായത് നമ്മളൊരു സോങ് ചേഞ്ച് ആവും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മിക്സ് ആയിട്ടായിരിക്കും ആ ഒരു സോങ്ങിൽ നിന്ന് അടുത്ത സോങ്ങിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. ഒരേ ബീറ്റുള്ള മ്യൂസിക് ആയിരിക്കും അതിനകത്ത്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് ഒരു സോങ്ങിൽ നിന്ന് അടുത്ത സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരേ ബീറ്റിലുള്ള ഒരേ സോങ്സ് ആയിരിക്കും ആ ഒരു സമയത്ത് അവർ ഈ ഒരു ഓഡിയോ മിക്സ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കാൻ വളരെ നല്ല രസമുള്ളൊരു രീതിയാണ്. അപ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ മിക്സ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഫോണിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആപ്സിൽ പോവുക. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സെർച്ച് താഴെയാണ് കേട്ടോ വരുന്നത്. ചെറിയ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് തന്നെ പെട്ടെന്ന് പറയുന്നില്ല. താഴോട്ട് വരുമ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ട് നമുക്ക് സോങ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓട്ടോ മിക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് വന്നിട്ടുണ്ട്. സോങ് ട്രാൻസിഷൻസ് അറ്റ് ദ പെർഫെക്റ്റ് മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് ദ കീ ആൻഡ് ടെമ്പോ ഓഫ് ദ മ്യൂസിക്. അതായത് നമ്മുടെ സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ചായിരിക്കും അടുത്ത സോങ് സെലക്ട് ചെയ്യുന്നതും അങ്ങോട്ട് പ്ലേ ചെയ്യുന്നതും. ആ ലൂപ്പിൻ്റെ സമയത്ത് വളരെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ഒരു അടുത്ത സോങ്ങിന് വേറെ സോങ്ങിലേക്ക് പോയെന്ന് നമുക്ക് അറിയത്തില്ല. അത്രയ്ക്ക് സിങ്ക് ആയിട്ടായിരിക്കും അടുത്ത സോങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ഫീച്ചറാണ് ഇത് ഓട്ടോ മിക്സ് എന്ന് പറയുന്നത്. സൂപ്പറാണ്. പക്ഷേ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കേ അത്
കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സോങ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സോങ് കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ ഈ ഒരു എയർ പ്ലേ ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ വോളിയം നമുക്ക് ഇവിടെ തന്നെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള വോളിയം ഇവിടെ തന്നെ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്പീക്കേഴ്സ് നമ്മുടെ ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഹോം പോഡ് ആണെങ്കിലും എയർപോഡ് ആണെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. അതിനകത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ മ്യൂസിക് സെക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് മ്യൂസിക്കിനകത്ത് വന്നിരിക്കുന്ന വേറെ ഫീച്ചറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ജനറലിൽ പോയിട്ട് എയർ പ്ലേ കണ്ടിന്യൂറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴേക്ക് വന്നതിൽ നിങ്ങൾക്ക് ഇവിടെ കീപ് ഓഡിയോ വിത്ത് ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് വെച്ചുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കാർ പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും സോങ് കേൾക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വന്ന് കാറിലേക്ക് കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓഡിയോ നമ്മുടെ കാറിലേക്ക് സ്വിച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള കോൾ ആണെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാറിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ നമുക്കവിടെ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് കാറിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡിലേ വരും. അപ്പോൾ ആ ഒരു ഡിലേ ഒഴിവാക്കാനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കീപ് ഓഡിയോ വിത്ത് ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ടോഗിൾ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാറിൽ കയറിയാലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കാർ പ്ലേയിലേക്ക് നിങ്ങളുടെ ഓഡിയോ പോകത്തില്ല, ഹെഡ്ഫോൺസ് തന്നെയായിരിക്കും അത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോഗിൾ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ഫോൺസ് തന്നെയായിരിക്കും നിങ്ങളുടെ സോങ് എപ്പോഴും പ്ലേ ചെയ്യുന്നത്. അടുത്തൊരു മെയിൻ ചേഞ്ച് നമുക്ക് വന്നിരിക്കും നമുക്ക് കോൾ ആപ്പിനകത്താണ്. ഇപ്പോൾ നമ്മൾ കോൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയധികം ചേഞ്ച് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് നമുക്ക് വളരെ നല്ലൊരു ഇൻ്റർഫേസ് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ കോൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ താഴെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്തരത്തിൽ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മുമ്പ് നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ ആ ഒരു പേരിൻ്റെ പുറത്താണ് ടാപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്കൊരു കോൾ ഐക്കൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കോൾ ഐക്കൺ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൾ പോകുന്നതായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് ഫേവറേറ്റ്സ് ഇവിടെ ആക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോകുന്നതായിരിക്കും. താഴെ നമുക്ക് ആ ഒരു ലിക്വിഡ് തീം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് പുതിയതായിട്ടൊരു ഹാപ്റ്റിക് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ആരെങ്കിലും കോൾ വിളിക്കുന്ന സമയത്ത് കോൾ ആ ഒരു വ്യക്തി എടുക്കുന്ന ടൈമിൽ നമുക്കൊരു ഹാപ്റ്റിക് നമ്മുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് കോൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹാപ്റ്റിക് വഴി നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതും ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. പറയണമെന്ന് തോന്നിയുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ഫീല് മനസ്സിലാകത്തുള്ളൂ. കോൾ പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹാപ്റ്റിക് ഉണ്ട്. ഹാപ്റ്റിക്സ് നമുക്ക് ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഐക്കൺ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വൈഫൈയുടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ വൈഫൈയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൈഫൈയുടെ അതിനകത്ത് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ടോഗിൾ വരുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വൈഫൈസ് നമുക്കിവിടെ വരുന്നതായിരിക്കും. മുമ്പ് നമ്മൾ അകത്ത് പോയാൽ മാത്രമേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ അത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാത്തിനത്തിനും നമുക്ക് അത്തരത്തിൽ പുതിയതായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് മെസ്സേജ് ആപ്പിനകത്ത് പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ അതിനകത്ത് തന്നെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പം ഹായ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അവിടെ ടെക്സ്റ്റ് അയക്കുന്നുണ്ട്. ഹായ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ സിം ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ പോകും, മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ മുകളിലായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു പേരിനകത്ത് നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നില്ല എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരു ലോഡിംഗ് ബാർ വന്നിട്ടുണ്ട്. അത് പാതിയായിട്ട് നിൽക്കുവാണ്, ഏകദേശം അറ്റത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അത് സെൻഡ് ആയില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അതിൻ്റെ സെൻഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് നമുക്കിപ്പോൾ ഈ ഏരിയയിലാണ് കാണിക്കുന്നത്. സെൻഡ് ആവുന്നതിൻ്റെ ഒരു പച്ച വര വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡൈനാമിക് ഐലൻഡ് പോലെ നമുക്ക് ഇവിടെയും ചെറിയൊരു ഡൈനാമിക് ഐലൻഡ് പോലെ വന്നിട്ടാണ് ഇപ്പം ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ്. ഒത്തിരി ചേഞ്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ചേഞ്ചസ് നമുക്ക് ഈ ഒരു 26 നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ബാറ്ററിയിലേക്ക് പോകാം. ബാറ്ററിക്കകത്ത് പോയി കഴിയുമ്പോൾ ബാറ്ററിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 43% ആണ് ഇപ്പോൾ എൻ്റെ കറണ്ട് ബാറ്ററി ചാർജ്. ലാസ്റ്റ് ചാർജ് ചെയ്ത് എന്നാന്ന് ഉണ്ട് 85% ആയിരുന്നു ലാസ്റ്റ് ചാർജ് ചെയ്ത. ടോട്ടൽ എത്രയാണ് നമ്മൾ ചാർജ് ചെയ്ത് ഇവിടെ കാണിക്കും, എന്നാണ് ചാർജ് ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ബാറ്ററി സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ കാണിക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് ചാർജ് ചെയ്തത് മൺഡേ ആണ്. കാരണം ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ട്, കാരണം ഇത് ബീറ്റ ആയതുകൊണ്ട് തന്നെ അധികം യൂസേജ് ഇല്ല. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അടുത്ത് ഓൺ ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ
നോർമലായിട്ടുള്ള ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പവർ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റീവ് ഉണ്ട്, ലോ പവർ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇനേബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അഡാപ്റ്റീവ് പവർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഫോണിൽ ഡിസേബിൾ ആവുന്നത്. നമുക്ക് ലോ പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഡിസേബിൾ ആവും. പക്ഷേ അഡാപ്റ്റീവ് പവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഏകദേശം ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ച് പവർ കൺസംഷൻ്റെ നമുക്ക് വരത്തുള്ളൂ. പക്ഷേ ലോ പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരിയധികം ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുന്നതായിരിക്കും. നമുക്ക് ആ ഒരു ഫുള്ള് രീതിയിലുള്ള പവർ നമുക്ക് കിട്ടത്തില്ല. അത് ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് കുറയ്ക്കുന്നത്, എന്തൊക്കെയാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ലോ പവർ മോഡിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഓഫ് ആവുമെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നതാണ്. കുറേയധികം ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസൊക്കെയാണ് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂസേജിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പുതിയ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ വരെ പടയിലേക്ക് അപ്പോൾ കൂടുതലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തതിൽ കാണുന്നതായിരിക്കും. സി യു.